മെറി ക്രിസ്മസ്. ഇന്ന് കുറേ പേർ ഫോൺ ചെയ്തു, ക്രിസ്മസ് വിശേഷങ്ങൾ പറഞ്ഞു. ഓ എന്നാ ക്രിസ്മസാ എന്ന നെടുവീർപ്പുകളുമായി എന്നോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ സംസാരിച്ചവരോടാണ് എനിക്കൊരു കഥ പറയാനുള്ളത്. സാക്ഷാൽ ഡേറ്റോസ്കിയുടേതാണ് കഥ. വളരെ ചെറിയ ഒരു കഥ. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാനൊരു നോവലിസ്റ്റാണ്. ഞാൻ ഈ കഥ ഉണ്ടാക്കിയതാണ് എന്നെനിക്കറിയാം. ഇത് എഴുതുമ്പോൾ പക്ഷേ എനിക്കെന്തുകൊണ്ടോ തോന്നുന്നു എവിടെയെങ്കിലും ഒരു ക്രിസ്മസ് സന്ധ്യയിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവാം, ഈ കടുത്ത മഞ്ഞത്ത് ഇത് സംഭവിച്ചിട്ടുണ്ടാവാം എന്നൊരാമുഖത്തിന് ശേഷമാണ് ഈ കഥ പറയുന്നത്. കഥ ഇങ്ങനെയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഐ ഹാവ് എ വിഷൻ ഓഫ് എ ബോയ് എന്ന് പറയുന്ന കഥ. എനിക്ക് ഒരു ചെറിയ പയ്യനെ കാണാൻ കഴിയും. 6 വയസ്സോ അതിൽ താഴെയോ മാത്രം പ്രായമുള്ള ഒരു കുട്ടി. അവൻ രാവിലെ മുതൽ ഈ തണുപ്പത്ത് ഉണർന്നിരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഡ്രസ്സിങ് ഗൗണ്, അത് അവൻ്റെ തണുപ്പ് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ആ തണുപ്പത്ത് വിറയ്ക്കുക തന്നെയായിരുന്നു. അങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ശ്വാസത്തിൽ മഞ്ഞ് തുടികളായി പോകുന്നുണ്ടായിരുന്നു. ആ മഞ്ഞിങ്ങനെ ആവി പോലെ പോകുന്നത് മാത്രമായിരുന്നു അവന് കുറച്ചൊന്ന് അമ്യൂസ്മെൻറ്റിന്. അവന് മറ്റ് കളിപ്പാട്ടങ്ങളോ കളികളോ സന്തോഷങ്ങളോ ഒന്നുമില്ലായിരുന്നു, ഭക്ഷണവുമില്ലായിരുന്നു. ഒരുപാട് തവണ അവൻ സുഖമില്ലാതെ കിടക്കുന്ന അവൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ തിൻ പാൻ കേക്ക് പോലെ ആ അമ്മ സുഖമില്ലാതെ കിടന്നു. എങ്ങനെയാണ് ആ അമ്മ ഇവിടെ വന്നത് അതൊന്നും അറിയില്ല. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഈ കുട്ടി പതുക്കെ വെളിയിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ചാണ് ആ കുട്ടി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഫെൽറ്റ് ഫ്രൈറ്റൻഡ് അറ്റ് ലാസ്റ്റ് ഇൻ ദ ഡാർക്ക്നെസ്. ഇറ്റ് ഹാഡ് ലോങ് ബീൻ ഡസ്ക് ബട്ട് നോ ലൈറ്റ് വാസ് kindled. ടച്ചിങ് ഹിസ് മദേഴ്സ് ഫേസ് ഹി വാസ് സർപ്രൈസ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അമ്മയുടെ മുഖത്ത് തൊട്ട് നോക്കിയപ്പോൾ അമ്മ അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര തണുപ്പാണല്ലോ എന്ന് കരുതി അറിയാതെ അവൻ ആ സ്ത്രീയുടെ തേയുടെ ഒരിത്തിരി ചൂടിനായിട്ട് നോക്കിയിരുന്നു. എന്നിട്ട് ആ ചൂടൊന്നും കിട്ടാതെ വെളിയിലേക്ക് ഇറങ്ങുന്ന ആ പയ്യൻ്റെ കഥയാണ്. എങ്ങനെയാണ് അവനെ വീട്ടുകാർ ഒക്കെ ഓരോരോ വീട്ടുകാരും ഓരോരോ ആൾക്കാരും അവനോട് പെരുമാറിയത്. അവൻ മറ്റൊരു സ്ട്രീറ്റിൽ പോയപ്പോൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നാണ് ആ കഥ പറയുന്നത്. എന്നിട്ട് അവസാനം എല്ലാ വേദനകളും കിട്ടിയിട്ട് ആൻഡ് toes and fingers hurt and began crying and ran on again to another window. ഒരു ക്രിസ്മസ് ട്രീ ഉള്ള ഓരോ വിൻഡോയിലും അവൻ പോയി നോക്കി. ആൻഡ് അവസാനം അവൻ ഒരു ക്രിസ്മസ് ട്രീയുടെ അടുത്ത് മാത്രം വന്നു. അവനെ അവർ തിരിച്ച് വേവ് ചെയ്തു. അവൻ വളരെ പേടിച്ചായിരുന്നു. പക്ഷേ അവൻ ആഗ്രഹിച്ച എല്ലാ സന്തോഷവും നൽകുന്ന ഒരു ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ അവൻ എത്തുന്നിടത്താണ് ആ കഥ തീരുന്നതല്ല, ആ കഥയുടെ ഒരു തീരാറാവുന്നത്. പക്ഷേ ആ കഥ തീരുന്നത് നമുക്ക് വലിയൊരു പ്രഹരം തന്നുകൊണ്ടാണ്. അത് ഈശോയുടെ ക്രിസ്മസ് ട്രീ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ മുനിസിപ്പൽ ജീവനക്കാർ വരുമ്പോൾ തോണ്ടിയെടുത്തിട്ട ശവശരീര കുടീരത്തിൽ അവൻ്റെ അമ്മയുടെയും അവൻ്റെയും ശരീരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ആ കഥ തീരുന്നത്. ഈ കഥ എന്തിനാണ് ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ ഇന്ന് പറയുന്നതെന്നോ? എന്നാ ക്രിസ്മസാ എന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഓർത്തിട്ടില്ലേ? ചെറിയ ചെറിയ നഷ്ടങ്ങൾ, പുറത്തു പോകാൻ പറ്റാതിരിക്കുക, കഴിഞ്ഞ ക്രിസ്മസ് പോലെ കൂട്ടുകാരൊന്നിച്ച് ആഹ്ലാദിക്കാൻ പറ്റാതിരിക്കുക, ഇത്തരം നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്ര വലുതായി ചിന്തിച്ചത്. അതേസമയം ഘോരമായ മഞ്ഞ് ഇവിടെ ഇല്ലല്ലോ എന്നോർക്കാം. എത്രയോ നമ്മൾ അറിയുന്ന ആൾക്കാരുടെ മനസ്സിൽ ഈ ഘോരമായ മഞ്ഞുണ്ടായിരുന്നിരിക്കാം. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. പക്ഷേ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ പട്ടിണി കിടക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും? എത്ര പേർക്ക് സങ്കടം പങ്കുവയ്ക്കാൻ ഒരാളില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും? ഒന്നും വേണ്ട, അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ഒരു യാത്ര നടത്തി നോക്കൂ. നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഹോട്ടലുകളെക്കുറിച്ചും ക്ലബ്ബുകളെക്കുറിച്ചും അല്ലേ വിഷമം, അല്ലെങ്കിൽ ബന്ധുവീടുകളെക്കുറിച്ചല്ലേ വിഷമം? ഒരു ഓൾട്ടർനേറ്റീവ് എടുക്കൂ. ഈശോയുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാണെന്ന്. അങ്ങനെ ഒരിടത്തേക്കൊന്ന് പോയി നോക്കൂ. അപ്പോൾ പിന്നെ പറയില്ല എന്നാ ക്രിസ്മസ് ആണെന്ന്. ക്രിസ്മസ് നിങ്ങളുടേത് എത്ര മനോഹരമാണ്. നിങ്ങൾ ക്രിസ്മസ് എന്നല്ല, ഓരോ സമയവും എത്ര നന്നായിരിക്കുന്നു, എത്രയ്ക്കും ബ്ലെസ്ഡാണ് നമ്മളെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് ഇത്തരം ചില യാത്രകൾ എത്ര സഹായിക്കുമെന്നോ. എന്നാ ക്രിസ്മസ എന്നതിൻ്റെ മുമ്പിൽ നമ്മൾ അശ്രദ്ധ എന്നൊരു കാര്യം കൊണ്ടില്ലേ? ഈ സ്നേഹത്തിനൊപ്പം അല്ലെങ്കിൽ ഭക്തിക്കൊപ്പം മനസ്സിൽ കരുതലും വിശ്വാസം കൂടി ഒന്ന് വളർത്തിയെടുത്താലോ? വിശ്വാസം എന്ന് പറയുന്നത്
ഈശ്വര ഭക്തിയിലുള്ള വിശ്വാസം മാത്രമല്ല, നമ്മൾ ഒരുപാട് പങ്കുവച്ചാലും നമ്മൾ അങ്ങ് ആപത്തിലേക്കല്ല പോകുന്നത്. ഏതോ ഒരു ക്രിസ്മസ് ട്രീ ഡേയിൽ നമുക്കും ഇടയുണ്ട് എന്ന വിശ്വാസം. അല്പം ഒന്ന് കൈ തുറന്നാൽ, അപ്പം ഒന്ന് മനസ്സ് തുറന്നാൽ നമുക്ക് എന്ത് നഷ്ടമാകാനാണ് എന്ന വിശ്വാസം. ആ വിശ്വാസം സത്യത്തിൽ ബുദ്ധിയിൽ നിന്നാണ് ഉറവെടുക്കുന്നത്. തരളമായ മനസ്സിൽ നിന്ന് അത്തരം സ്നേഹമുള്ള വിശ്വാസം വരും. ആ സ്നേഹവും വിശ്വാസവും ചേരുമ്പോൾ അത് അർപ്പണബോധമാകും. അത്തരം സ്നേഹത്തിൻ്റെ വാതിൽ മലർക്ക തുറന്നു തരാൻ ആ അർപ്പണബോധത്തിന് കഴിയും. നമ്മളുടെ ഓരോ ദിവസവും നമുക്ക് കരുത്തായി നിൽക്കുന്ന സ്നേഹം. ക്രിസ്മസിൻ്റെ പടക്കങ്ങളാണ് എല്ലായിടത്തും പൊട്ടുന്നത്. ഇത്തരം സന്തോഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഓരോ ദിവസവും പ്രചോദനമല്ലേ നൽകുക. എന്നാ ക്രിസ്മസ്, ശരിയാണ്, ക്രിസ്മസ് പോയി, പക്ഷെ വരുന്നുണ്ട് ഒരു ന്യൂ ഇയർ. അതെങ്കിലും എന്നാ ന്യൂ ഇയർ ആണെന്ന് പറയാതിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഏറ്റവും മനോഹരമായി ഓരോ ദിവസവും പങ്കുവയ്ക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിലും ആ ക്രിസ്മസ് സീഡ് വളരട്ടെ. ഏത് ക്രിസ്മസ് ട്രീ? ഈശോയുടെ ക്രിസ്മസ് ട്രീ. ശുഭരാത്രി.